ഇത് ഞാൻ നൂലുകെട്ടിന് പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളുടെ വീഡിയോ ആണ് കേട്ടോ. നൂലുകെട്ട് പരിപാടി കഴിഞ്ഞിട്ട് നേരെ അമ്മേനെ ചെറിയ അനിയത്തിന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടുന്ന് പിന്നെ പൂക്കോട്ടുംപാടം പോയിട്ട് എനിക്ക് കുറച്ച് സാധനം കൂടി വാങ്ങിച്ചിട്ടാണ് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയോണ്ടത് കസിൻസ് ഒക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അവിടുന്ന് എടുക്കാൻ പറ്റിയ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ എത്തിയിട്ട് എല്ലാവരും മാറ്റി തീർക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയോണ്ട് എനിക്കില്ലാത്ത കുറേ സാധനങ്ങൾ പൊക്കലായിരുന്നു കേട്ടോ എൻ്റെ പരിപാടി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വന്നത് നമ്മളെ കറിയപ്പലിൻ്റെ അടുത്തേക്കാണ്. ഇത് ഭയങ്കര ക്ഷാമമായതുകൊണ്ട് ആദ്യം തന്നെ ഇത് പൊട്ടിച്ചിട്ടോ. പിന്നെ എന്താ മേമ ഞങ്ങൾക്ക് ഇടിച്ചൊക്കെ കിട്ടുക. ഈ സമയത്ത് ഇതിന് കുറച്ച് ക്ഷാമമാണല്ലോ. അപ്പോൾ അവിടെ ഒന്നും ആയിട്ടില്ല, സീസൺ ആയിട്ടില്ല. ഇത് എപ്പോഴും ഉണ്ടാവുന്ന ആ ഒരു പ്ലാവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോവാൻ നിൽക്കുകയാണെങ്കിൽ പൂക്കോടുംപാടത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടല്ലോ. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങുക കേട്ടോ. ഞാൻ മാത്രമല്ല എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയനാണ് എന്നെ പൂക്കോട്ടുംപാടം വരെ ആക്കി തന്നത്. എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനാണ്. അങ്ങനെ പിന്നെ എന്നെ അവിടെ ആക്കിയിട്ട് അവർ പോയിട്ടോ. അങ്ങനെ ഞാൻ അടുത്തത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിലുണ്ട് കയറിയിട്ടുള്ളത്. അവിടെ പിന്നെ ഓർമ്മയില്ലാത്തതും കൂടിയും കാണുമ്പോൾ എടുക്കാലോ വെച്ചിട്ട് വേഗത അതൊക്കെ എടുക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്കല്ലേ പോയത് വാങ്ങിക്കാനും. മറ്റേത് ഏട്ടനും കൂടി ഉണ്ടാകുമ്പോഴേക്ക് രണ്ടാളെയും കൊണ്ടുപോകുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. ഇത് രണ്ടാളും കൂടെ ഇന്ന സാധനങ്ങൾ എടുക്കാതെ അവിടെ കച്ചറ കൂടുകയാണ്. രണ്ട് വഴിക്ക് പോയിട്ട് പിന്നെ അവരെ തിരഞ്ഞെടുക്കലായിട്ട് എൻ്റെ പരിപാടി. അപ്പോൾ അതാ ഒരുവിധം ഞാൻ രണ്ടിനെയും കൂടിയും കൂട്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ബില്ലടിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ആനിമോക്കും ദേവനും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ആനിമോൾ എവിടെ പരിപാടിക്ക് പോയാലും അവിടെയൊക്കെ അവളുടെ സാധനങ്ങൾ ഓരോന്ന് ഇട്ട് പോരുക. അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ആക്കി വെച്ചാൽ അതൊക്കെ വാങ്ങി. പിന്നെ ദേവൂട്ടിന് വാങ്ങിക്കാനുള്ളത് എറേസറാണ്. അവന് എക്സാം തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ എറേസറും കൂടി വാങ്ങാൻ നിന്നിട്ടോ. അത് പിന്നെ എത്ര വാങ്ങിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ കളഞ്ഞു പോരുക. അപ്പോൾ എപ്പോഴും അതിങ്ങനെ സ്റ്റോക്ക് വേണം കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും നമ്മൾ സജ്ജേട്ടനെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോരാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ചേട്ടാ ബൈ ബൈ, സീ യു.